1,00,000 ദിർഹംസ് വില വരുന്ന ഈ വണ്ടി നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? നാട്ടിലെ 22 ലക്ഷത്തോളം വില വരുന്ന ഈ വണ്ടിയാണ് ബ്രഷ് കാർട്ട്. മിക്ക യൂട്യൂബേഴ്സും പുതിയ ഇറങ്ങുന്ന പല വണ്ടികളുടെ റിവ്യൂ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതുപോലൊരു വണ്ടിയുടെ റിവ്യൂ ഇതുവരെ മലയാളത്തിൽ ഒറ്റ യൂട്യൂബേഴ്സ് പോലും പറഞ്ഞിട്ടില്ല. ഇതാണ് ബ്രഷ് കാർട്ട്. അണ്ടർ വാട്ടർ ഹെൽത്ത് ക്ലീനിങ്ങിനായി ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് എക്യുപ്മെൻ്റാണിത്. ഈ ബ്രഷ് കാർട്ട് അണ്ടർ വാട്ടറിൽ മാത്രമേ നമുക്ക് ഓടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഷിപ്പിൻ്റെ ഹള്ളിൽ സക്ക് ചെയ്ത് പിടിച്ച് ഷിപ്പിൻ്റെ ഹള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന മറൈൻ ഗ്രോത്തുകൾ നീക്കം ചെയ്യുകയാണ് ഇതിൻ്റെ പണി. ഇതിൻ്റെ ചുറ്റിലുമായി ബോ ഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ബോയിൻസിക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അഥവാ ഡൈവറെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോയാലും മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബോ വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ഒരു ഹൈഡ്രോളിക് എക്യുപ്മെൻ്റാണ്. ഇത് ഹൈഡ്രോളിക് മോട്ടർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇത് 100 cc ഹൈഡ്രോളിക് മോട്ടറാണ് നമ്മൾ ബാക്കിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 100 cc ഹൈഡ്രോളിക് മോട്ടർ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിയറിങ്ങിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന 3 ഹോളുകളിലും ഷിപ്പിൻ്റെ ഹള്ളിലേക്ക് സെക്ഷൻ ചെയ്യാനുള്ള റബ്ബറുകളാണ്. അതിൽ തന്നെ ക്ലീൻ ചെയ്യാനുള്ള കട്ടറുകളും ബ്രഷുകളുമുണ്ട്. അതിലേക്ക് നമ്മൾ 50 cc ഹൈഡ്രോളിക് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ചെറിയ പൈപ്പിലേക്കാണ് ഹൈഡ്രോളിക് ഓയിൽ പ്രഷർ ചെയ്ത് വരുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ഇത് എല്ലാ മോട്ടറിലേക്കും പമ്പ് ചെയ്തതിന് ശേഷം റിട്ടേൺ വന്ന് ഈ വലിയ വാൽവിലേക്കാണ് എത്തുന്നത്. ഇതിലേക്ക് എത്തുന്ന ഓയിൽ റിട്ടേൺ ചെയ്ത് സർഫേസിൽ വെച്ചിട്ടുള്ള ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റിലെ ടാങ്കിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഈ കാണുന്ന ചെറിയ യൂണിറ്റാണ് ഗിയർ ബോക്സ്. ഈ ഗിയർ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് ബ്രഷ് കാർട്ട് ഫോർവേഡും റിവേഴ്സും ഓടിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതാണ് സ്റ്റിയറിങ്. ഇത് ഉപയോഗിച്ചാണ് ഈ ബ്രഷ് കാർട്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ ഓടിക്കുന്നത്. ഈ കാണുന്ന ഹോസുകളെല്ലാം ഹൈഡ്രോളിക് റബ്ബർ ഹോസുകളാണ്. 275 ബാർ പ്രഷർ വരെ കടത്തിവിടാൻ പ്രാപ്തിയുള്ളവയാണിവ. സർഫേസിൽ നിന്നും വരുന്ന പ്രഷർ ഹോസും റിട്ടേൺ ഹോസും ഈ കാണുന്ന QRC അല്ലെങ്കിൽ ക്വിക്ക് റിലീഫ് കപ്ലിംഗ് എന്ന് പറയുന്ന ഇതിലേക്കാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. ഇനി ഈ ബ്രഷ് കാർഡ് എങ്ങനെയാണ് സെക്ഷൻ ചെയ്ത് ഹള്ളിലേക്ക് പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന റബ്ബർ പാടുകൾ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ അവിടെ ഒരു സെക്ഷൻ ഉണ്ടാകുകയും ഈ എക്യുപ്മെൻറ്റ് അവിടെ സെക്ഷൻ ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ റബ്ബർ പാടിൽ തന്നെയാണ് നമ്മൾ ഷിപ്പിൻ്റെ ഹള്ള് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയുള്ള കട്ടറുകളും ബ്രഷുകളും എല്ലാം ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റബ്ബർ പാട്ടിൽ നമ്മൾ കട്ടറുകൾ ഇട്ടിട്ടുണ്ട്. ഇത് SS കട്ടറുകളാണ്. ബ്രഷ് കാർഡ് റൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ റബ്ബറുകൾ സ്പീഡിൽ കറങ്ങുമ്പോൾ ഈ കട്ടറുകൾ ഉപയോഗിച്ചാണ് ഷിപ്പിൻ്റെ ഹൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. കാണുന്ന ബ്രഷ് കാർഡിൻ്റെ ബോഡി നമ്മൾ അലൂമിനിയം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വാൽവില്ലേ, ഇതാണ് എമർജൻസി വാൽവ്. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് ബ്രഷ് കാർഡ് നിർത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ വാൽവ് നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിലെ എല്ലാ മോട്ടറുകളുടെയും സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് വേണ്ടി എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ വാൽവുകൾ ഉണ്ട്. കൺട്രോൾ വാൽവുകളുടെ സെക്ഷൻ ഇതാ ഇവിടെ ആയിട്ടാണ്. ഈ വാൽവുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ കട്ടറുകളുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ടയറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന വാൽവ് ഉപയോഗിച്ച് ടയറിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷ് കാർഡിൻ്റെ സ്പീഡ് കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. ഓഫ് ഷോറിൽ വന്ന് ആങ്കർ ആകുന്ന ഷിപ്പുകളുടെ ഹള്ളുകൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രഷ് കാർഡ് ഉപയോഗിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.